ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് പാലും കസ്റ്റാർഡ് പൗഡറും ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ഒരു ഫ്രൂട്ട് സലാഡാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തേക്ക് പാൽ ഒഴിച്ച് കൊടുത്തുക്കണം. ഇനി അതുപോലെ അതിലേക്ക് ചെറിയൊരു അരപ്പാത്രത്തോളം സേമിയ ഇട്ട് കൊടുത്തുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തീ ഒന്ന് ഓണാക്കിയതിന് ശേഷം ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. ആ സേമിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ പാലൊക്കെ നന്നായി തിളച്ച് വന്നിക്കണം. സേമിയം ഏകദേശമൊക്കെ ഒന്ന് വേവും കറക്റ്റായി വന്നിക്കണം. ഇനി അതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിക്കണം. അതിലേക്ക് അരപ്പാത്രത്തോളം പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് 2 ടീസ്പൂണ് കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ പാലിലേക്ക് ഇതൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഒന്നും പാടിക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. കസ്റ്റാർഡ് പൗഡറൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. എന്താ പാട്, എല്ലാവർക്കും നോമ്പും ക്ഷീണമൊക്കെ കഴിഞ്ഞാൽ പെരുന്നാളൊക്കെ ആയി തുടങ്ങിയല്ലേ അല്ലേ. അപ്പോൾ ഇനി തീ ഒന്ന് ഓഫാക്കിക്കണ്ട. അതൊക്കെ ഒന്ന് കുറുകി വന്നപ്പോഴേ ഇനി ഇതൊന്ന് ചൂടാറാൻ മാറ്റി വെക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഇതൊക്കെ ഒന്ന് എടുത്തതാണ്. അപ്പോൾ ഒന്നും പാടിക്കൊന്ന് കുറുകി വന്നിക്കണം. ഇനി ഇതിലേക്ക് ഞാനൊരു കപ്പിലേ കസ് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിക്കണം. ഇനി അതുപോലെ ഫ്രൂട്ട്സ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഇട്ട് കൊടുത്തത് ആപ്പിൾ ഒന്ന് ചെറുതാക്കി കഷ്ണങ്ങളാക്കിയതാണ്. ഇനി അതുപോലെ മുന്തിരി ഒന്ന് ചെറുതാക്കി കഷ്ണങ്ങൾ ആക്കി ഇട്ട് കൊടുത്തിക്കണം. പിന്നെ ഒരു ഉറുമാമ്പഴമാണ്, അതും ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഐസ് ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഈ ഐസിൻ്റെ കട്ട ഒന്ന് അലിഞ്ഞ് വന്നാൽ ഇത് വെള്ളമൊക്കെ ഒന്ന് കറക്റ്റായി കിട്ടും. അപ്പോൾ ഇത് നല്ല കട്ടിയിലാണ്. ഇങ്ങനെ കഴിക്കുകയാണെങ്കിലും ഇങ്ങനെ കഴിക്കാം. അപ്പോൾ ഐസൊക്കെ ഒന്ന് അലിഞ്ഞ് വന്നപ്പോൾ ഇതുപോലെ കറക്റ്റ് ഈ ഒരവസ്ഥയിലായി കിട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.